നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ 2 അപ്പോയിൻമെൻറ്റ്സ് ആണ്. അതായത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, സ്റ്റേറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കറിൻ്റെയും മാധ്യമ പ്രവർത്തകൻ ശ്രീ റോയ് മാത്യുവിൻ്റെയും. രത്തൻ ഖേൽക്കർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ, അതും സി എമ്മിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്, എനിക്കൊന്ന് CPM ക്യാമ്പിൽ നിന്നും ഒത്തിരി ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് ബംഗാളിൽ നടന്ന ഒരു മനോജ് അഗർവാൾ എന്ന SIR-നൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളുടെ ഒരു ഓഫീസറെ അവർ അവിടെ ചീഫ് സെക്രട്ടറി ആക്കി. അതിന് പാരലലായിട്ടാണ് ഇവിടെ ചീഫ് സെക്രട്ടറി അല്ല, CM-ൻ്റെ സെക്രട്ടറി ആയിട്ടാണ്, അതായത് CM-ൻ്റെ ഓഫീസിൻ്റെ പരമാധികാരി എന്ന് പറയാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് അതിലേക്ക് യാതൊരു കമ്പാരിസൺ ഇല്ല. ഇവിടെ SIR-നെ കുറിച്ച് ആർക്കും കംപ്ലൈൻ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ കംപ്ലൈൻറ്റ് എത്ര വാലിഡ് ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ശ്രീ റോയ് മാത്യു ഒരു സീനിയർ ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ നമ്മളുടെ OV വിജയൻ്റെ കേട്ടെഴുത്തുകാരനായി കുറേ നാൾ വന്നതുപോലെ എനിക്കറിയാം. അദ്ദേഹം ഗുരുസാഗരത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ കേട്ടെഴുതിയത് അദ്ദേഹമാണ്. ശ്രീ റോയ് മാത്യു, ഞാൻ പറയുന്നത് 84-85 തോന്നുന്നു അദ്ദേഹം ഡൽഹിയിൽ കുറേ നാളുണ്ടായിരുന്നു. അദ്ദേഹം OV വിജയൻ്റെ കേട്ടെഴുത്തുകാരൻ, ഗുരുസാഗരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അദ്ദേഹമാണ് ഫൈനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹമാണ് കേട്ടെഴുതിയത്. അപ്പോഴത്തേക്ക് OV വിജയൻ പാർക്കിൻസൺ അദ്ദേഹത്തിൻ്റെ കൈ വിറക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ പാർക്കിൻസൺ തുടങ്ങിയത് പിന്നെ ഒരാൾ കേട്ടെഴുതാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞാലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പോവുകയും കലാകൗമുദിയിൽ ജോയിൻ ചെയ്യും. പിന്നെ CTV എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് പോകുമ്പോൾ വല്ലപ്പോഴും ഒക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മറുനാടിലെ അദ്ദേഹത്തിൻ്റെ TV എക്സ്പീരിയൻസ് വെച്ച് ഒരു TV സ്റ്റുഡിയോ അവർക്ക് TV സ്റ്റുഡിയോ രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ ഒരാൾ, ഒരു കൺസൾട്ടൻ്റായിട്ട് കുറേ നാൾ അവരോട് വർക്ക് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ മറുനാടിൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ജേർണലിസവുമായിട്ട് റോയ് മാത്യുവിനെ വലിയ അഭിരുചി, അതിന് യോജിക്കുന്ന ഒരു നിലപാടല്ല ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതേ ഉള്ളൂ, റോയ് മാത്യു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം ഒരു പാർട്ടി വീക്ഷണത്തിൽ നിന്നല്ല വരുന്നത് ഇങ്ങോട്ട്. ഇടതുപക്ഷം വരുമ്പോൾ ദേശാഭിമാനിയിലെ അവർക്ക് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് സർക്കാരിൻ്റെ സമ്മതം കൊടുക്കുന്ന ആ രീതിയിലല്ല. അദ്ദേഹം കുറേ നാളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചില വെബ്സൈറ്റുകളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി സാർ, എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു ചീഫ് മിനിസ്റ്റർ എന്ന ആളിൻ്റെ കംഫർട്ട് ലെവലിലാണ് ഇതൊക്കെ വരുന്നത്. അദ്ദേഹം ഒരു ടീമിനെ സെലക്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് ആരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണം, എൻ്റെ കൂടെ ആരൊക്കെ വേണമെന്ന് ഉള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് അവർ എത്ര ബാഡായാലും. പിന്നെ വേറൊന്ന് ഞാൻ കേട്ടത്, നളിനി നെറ്റോ എന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ഇടതുപക്ഷം ചീഫ് സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ CM-ൻ്റെ ഓഫീസിലെ പ്രധാന ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹോം മിനിസ്ട്രിയുടെ ഹോം സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. അന്നേരം ഒന്നും കാണാത്ത ഒരു അജണ്ട ഇപ്പോൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇത് തോറ്റ ഒരു പാർട്ടിയുടെ വിലാപമായിട്ട് ഞാനിതിനെ കാണുന്നത്. അതായത് എല്ലാ ചീഫ് മിനിസ്റ്റർക്കും പിണറായി വിജയൻ, PM മനോജിനെ അല്ലെങ്കിൽ പ്രഭവർമ്മയെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ചില കൺസിഡറേഷൻസ് ഉണ്ട്, അദ്ദേഹത്തിന് ചില ആൾക്കാരെ വേണം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ശൈലിയുമായിട്ട് യോജിച്ച് പോകുന്നവരെ. അതായിരിക്കും അവരുടെ പ്രൈം കൺസിഡറേഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഹിന്ദുവിൽ നിന്ന് ശ്രീ ഹരീഷ് ഖരെ മൻമോഹൻ സിംഗിൻ്റെ പ്രസ് അഡ്വൈസറായിട്ട് പോയി. അതുപോലെ സഞ്ജയ് ബാറുവിൻ്റെ ഫാദർ ഒരു IAS കാരനായതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റും ആയിരുന്നു. അങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ് വരാറുള്ളത്. കാരണം ഇതൊക്കെ ഒരു പേഴ്സണൽ ഇക്വേഷൻ്റെ
പേഴ്സണൽ കണക്റ്റിൻ്റെ ഒക്കെ ഉണ്ട്. അത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്, ജേർണലിസ്റ്റുകൾക്ക് അറിയാം എങ്ങനെയാണ് ഈ കണക്ഷൻ വർക്ക് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ജോ ഫെർണാണ്ടസിന്റെ ഒരു പേഴ്സണൽ ഫ്രണ്ട് ആയിരുന്നു, അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോൾ. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു എപ്പോഴും. അതായത് അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോൾ താങ്കൾ NDA ക്യാമ്പിൽ അല്ലാതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം ചിരിക്കും, ഞാനും ചിരിക്കും. അപ്പം നമുക്ക് അതൊക്കെ ഒരു പേഴ്സണൽ കണക്ഷന്റെ പുറത്താണ് ഇതൊക്കെ. നമുക്ക് അപ്പുറത്തുള്ളവരെയും ഇപ്പുറത്തുള്ളവരുമായിട്ടുള്ള പിന്നെ ഞാനിപ്പോൾ ഓർക്കുന്നു 80s ഞാൻ CPM ഒക്കെ കവർ ചെയ്യുന്ന സമയത്ത് ബൃന്ദ കാരറ്റ് വീണ കൈ ഒടിഞ്ഞു. അപ്പൊ ഞാൻ പ്രകാശ് കാരറ്റിനെ വീട്ടിൽ വിളിച്ചു, എങ്ങനെയുണ്ടെന്നൊക്കെ. അല്ല, അത് വരണ്ട് ഡോക്ടർ ഹർ ഡയറക്റ്റ് എന്നായി. നമ്മളൊരു സുഖവരും ഭാര്യയുടെ സുഖവരും വിളിച്ചാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർക്കും ഓരോ കണക്ട് ഉണ്ട്, പേഴ്സണൽ കണക്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രകാശ് കാരറ്റിൻ്റെ അടുത്ത് പിണങ്ങിയിട്ടില്ല. ഇപ്പോഴും കണ്ടാലും ഹലോ പറഞ്ഞാൽ തിരിച്ച് ഹലോ കിട്ടും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ ആ ഒരു സംഗതി എനിക്ക് തോന്നുന്ന ആൾക്കാർ മനസ്സിലാകുന്നില്ല. വെറുതെ ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കേണ്ട ഒന്നും മനസ്സിലാക്കുക. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് പഴയ സർക്കാരിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്ത് അതും മഹാഭൂരിപക്ഷത്തോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സെലക്ഷൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ സെലക്ഷൻ, ജനങ്ങൾക്ക് അങ്ങനെയുള്ളവരെ വേണ്ടത്. സതീശിനെ വേണമെങ്കിൽ സതീശിന്റെ സെലക്ഷൻ ജനങ്ങളുടെയും കൂടെ സെലക്ഷനാണ്. അത് അവർ ഓരോ പറഞ്ഞാൽ ഭരിച്ച് മുടിച്ച് തീരുന്നതിനും വരെ നമുക്ക് കാത്തിരുന്നുകൂടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്കളുടെ എക്സ്പീരിയൻസിൽ താങ്കൾ എന്താണ് ഒത്തിരി PM-ന്റെ സെക്രട്ടറിമാരെയും CM-ന്റെ സെക്രട്ടറിമാരെയും മീഡിയ അഡ്വൈസറെ ഒക്കെ കണ്ടിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് തോന്നുന്നത്? എങ്ങനെയാണ് ഈ സെലക്ഷനൊക്കെ? അതിന് എന്തെങ്കിലും കാര്യമായി ഭരണ ഉണ്ടാകാറുണ്ടോ? താങ്കൾ പറഞ്ഞ ഒരു അടിസ്ഥാന കാര്യം മുഖ്യമന്ത്രിയുടെ ഏറ്റവും കംഫർട്ട് ലെവൽ, അതാണ് കണക്ട് ആൻഡ് കംഫർട്ട് ലെവൽ. ഇത് രണ്ടും തന്നെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു. ഇപ്പോ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി അവരിലുള്ള വിശ്വാസവും അവരിലുള്ള നിങ്ങളുമായിട്ടുള്ള അടുപ്പവും നിങ്ങളുമായിട്ടുള്ള വൈബ് എന്നിപ്പോ പറയാവുന്ന പുതിയ ന്യൂ ജനറേഷൻ വാക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളുമായിട്ട് വൈബ് ചെയ്യുന്ന, നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ കംഫർട്ട് ലെവലിന് പറ്റിയ ഒരാളെ തന്നെയാണ് ഏത് പ്രധാന രാഷ്ട്രീയ അധികാര സ്ഥാനത്തിലുള്ളവരും അവരുടെ പേഴ്സണൽ സ്റ്റാഫായി എടുക്കുക. ഇത് അടിസ്ഥാന താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. എനിക്ക് അതിലൊരു യാതൊരു തർക്കവുമില്ല. പിന്നെ അത് സതീശന്റെ അവകാശവുമാണ്, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യവുമാണ്. നമുക്ക് അതിന്റെ പേരിൽ എനിക്ക് വിശ്വാസമുള്ളവരെ ഞാൻ വെക്കുന്നു എന്ന ഒറ്റ വരിയിൽ അദ്ദേഹത്തിന് ന്യായീകരിക്കാവുന്നതാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതിന് എല്ലാത്തിനും ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും അതിനെല്ലാം ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ട്. കാരണം നിങ്ങൾ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പോ അത് വെറും ഒരു വ്യക്തിയുടെയോ ഒരു സ്വകാര്യ കമ്പനിയുടെയോ ഒരു ചീഫ് എക്സിക്യൂട്ടീവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അല്ല ഒരു മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ. അത് ഒരു കാര്യം. രണ്ട്, നിങ്ങൾ ഈ നിയമനങ്ങൾ നടത്തുന്ന മൂർത്ത രാഷ്ട്രീയ സന്ദർഭം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് രണ്ട് കാര്യങ്ങളും മാത്രമേ എനിക്ക് താങ്കൾ പറഞ്ഞ പൊതു കാര്യങ്ങളോട് യോജിച്ചു കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് രാഷ്ട്രീയമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. സ്വകാര്യമായിട്ടുള്ള കാര്യമല്ല, അത് പൊതു കാര്യമാണ്, രാഷ്ട്രീയ കാര്യമാണ്. അത് മിത്രങ്ങളും ശത്രുക്കളും അതിനെ വിലയിരുത്തും. പൊതുമണ്ഡലത്തിൽ വളരെ തുറന്ന, ട്രാൻസ്പെറന്റ് ആയിട്ട് സുതാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ ഉണ്ടാവും. മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്, പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയ്ക്ക് അതിനെപ്പറ്റി ഉണ്ടാവും. ഇതാണല്ലോ ജനാധിപത്യത്തിന്റെ അടിത്തറ. അത് താങ്കളുടെ കംഫർട്ട് ലെവൽ, എന്റെ കംഫർട്ട് ലെവൽ ഇതാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അതിനുള്ള ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാനോ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ നിന്ന് ഒഴിയാനോ കഴിയില്ല. അത് അഹങ്കാരമായിരിക്കും. അത് അങ്ങനെയാണ് ഞാൻ എന്റെ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കും എന്ന് പറയും. അപ്പൊ ഞാനതുകൊണ്ട് ജനാധിപത്യ അടിത്തറയിൽ തന്നെ ഞാനതിനെ വിലയിരുത്തുകയാണ്. ഇത് നിയമപരമായി യാതൊരു തെറ്റുമില്ല.
താങ്കൾ പറയുന്നത് ഭരണഘടനാപരമായോ നിയമപരമായോ യാതൊരു തെറ്റും എനിക്ക് കേൾക്കറെ വ്യക്തിപരമായിട്ട് അറിയാൻ കഴിയുകയില്ല. കാരണം ഞാൻ സജീവ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തനത്തിന് ശേഷമാണ് അദ്ദേഹം ആരോഗ്യ സെക്രട്ടറിയും മറ്റുമൊക്കെ ആയി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ വിലയിരുത്താനാവില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ വ്യക്തിപരമായി അറിഞ്ഞിടത്തോളം അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, നല്ല കഴിവുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിലും മറ്റും അദ്ദേഹത്തിന്റെ IT-യിലും ഒക്കെയുള്ള പറ്റി ഒരു അഴിമതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വജനപക്ഷപാതമോ ഒന്നും അങ്ങനെയുള്ള യാതൊരു ആരോപണവും കേൾക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ താങ്കൾ പറയുന്നത് പോലെ ഇതിനു മുൻപെല്ലാം അവരെയൊക്കെ എനിക്കറിയാം. നെറ്റോ, നളിനി നെറ്റോ, അങ്ങനെ നിരവധി CEO-മാരെ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സന്ദർഭത്തിലാണ് സതീശൻ ശ്രീ രത്തൻ കേൽക്കറെ നിയമിക്കുന്നത്. വളരെ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന, എക്സ്പ്ലോസീവായിട്ട് നിൽക്കുന്ന SIR തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത, അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നടുന്തൂണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച ഒരു ഉദ്യോഗസ്ഥനെ ആ തെരഞ്ഞെടുപ്പിന്റെ ചൂടാറും മുമ്പ് ഒരു മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ അതിൽ 4 കാര്യങ്ങൾ നമ്മൾ ഭരണഘടനാപരമായി നിയമപരമായി ശരിയാണെങ്കിലും രാഷ്ട്രീയമായി ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അത് രാഷ്ട്രീയമായ ഒരു ശരിയായ തീരുമാനമായില്ല എന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നതിന് അടിസ്ഥാനം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. കാരണം താങ്കൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ അത് ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നു. CPM മാത്രമൊന്നും പറയാൻ അനുവദിക്കണം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ ഇപ്പോൾ 10 മിനിറ്റ് എടുത്ത് സംസാരിച്ചു, അവതരിപ്പിച്ചു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞുള്ളൂ. ഞാൻ അപ്പൊ ഇടപെട്ട് എന്നെ തടയാൻ കഴിയുകയില്ല. ഞാൻ പറയാനുള്ള കാര്യം അങ്ങനെ സാധിക്കില്ല. അങ്ങനെ ഒരു ചർച്ച സാധ്യമല്ല. അതൊരു ടെലിവിഷൻ ചാനലിലെ ആങ്കറുടെ പോലെയാണ്. നമ്മൾ സംഭാഷണം ഒരാളെ മുഴുവിക്കാൻ സമ്മതിക്കണം. 2 രാഷ്ട്രീയമായ തെറ്റാണ്. 3 ഇത് ധാർമ്മികമായ തെറ്റുമാണ്. 4 ഇത് അനൗചിത്യവുമാണ്. അപ്പോ ഭരണഘടനാപരവും നിയമപരവും സ്വകാര്യവുമായ ശരിയാകുമ്പോൾ ഈ 3 കാര്യങ്ങളിലും ഞാൻ ശക്തമായി വിയോജിക്കുന്നു. അത് UDF സർക്കാരിനും സതീശനും തന്നെ യോജിച്ച അവർക്ക് എതിരെ പോകുന്ന ഒരു തീരുമാനമാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പറഞ്ഞു താങ്കളുടെ വിശ്വാസം നല്ലതാണ്. വിശ്വാസമല്ല, ഉത്തമ ബോധ്യം, വിശ്വാസമല്ല, ഉത്തമ ബോധ്യം. എന്തുകൊണ്ടാണ് ഒരു IAS-കാരൻ SIR-നെ പറ്റി നമ്മൾ കണ്ടാണ്, കേരളത്തിൽ മാത്രമാണ്, കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് SIR-നെ പറ്റി ബംഗാളിലെ പോലെ ഒരു പ്രശ്നമില്ല. 2 പാർട്ടികൾ, 2 ഗ്രൂപ്പിനും, ഇടതുപക്ഷത്തിനും ഇല്ല, കോൺഗ്രസിനും ഇല്ല. അപ്പൊ അത് മാനേജ് ചെയ്തൊരു ഓഫീസർ, അതും ഇടതുപക്ഷ സർക്കാർ ഈ 3 പേരുടെ പേര് കൊടുക്കും. അതിലൊരാളെ കേന്ദ്രം പിക്ക് ചെയ്യുന്നു. താങ്കൾ പറഞ്ഞാൽ അദ്ദേഹം കഴിവുള്ള ഒരു ഓഫീസറാന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇതിനകത്ത് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് മറുപടി പറയാമെങ്കിൽ അതിന് ആ വിഷയത്തെ മറുപടി പറയാമെങ്കിൽ ഇലക്ഷൻ മനസ്സിലായി. താങ്കളുടെ വ്യത്യാസമാണ്. നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ടാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതുകൊണ്ട് സീനിയർ ഓഫീസർക്ക് അവിടെ കാര്യമായ പണിയുന്നില്ല. അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് പണിയൊന്നുമില്ല. അങ്ങനെയുള്ള കഴിവുള്ള ഒരു ഓഫീസറെ ഒരു CM കണ്ണുവെക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് എനിക്ക് മനസ്സിലാവുന്ന അതിനകത്ത് ധാർമ്മികത. താങ്കൾ അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു, അതെനിക്ക് മനസ്സിലായല്ലോ. നമ്മൾ 2 വിവിധ കോണുകളിൽ നിന്ന് കാണുകയാണ്. ഞാൻ പിന്തുണച്ചുകൊണ്ട് ഒരു അതിനകത്ത് ഒരു കാര്യമേ ഇല്ല. ഞാൻ പറയുന്ന ഒരാളുടെ സെലക്ഷൻ, ഒരു ചീഫ് മിനിസ്റ്ററുടെ സെലക്ഷനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ചുമ്മാതിരിക്കുന്ന കഴിവുള്ള ഒരാൾ ചുമ്മാതിരിക്കുന്നത് ശരിയല്ലാന്ന് തോന്നി അദ്ദേഹം എടുത്തു. താങ്കൾ പറയുന്നു, ഞാൻ ശക്തമായി വിയോജിക്കുന്നു. അത് ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ സംഭാഷണം. നമ്മൾ തമ്മിലുള്ള ഒരേപോലെ സംസാരിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു കോറസ് അല്ല. അപ്പൊ എന്റെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വേണ്ട. SIR-നെ കുറിച്ചാണ് താങ്കൾ ഉന്നയിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാളിലെ സാഹചര്യങ്ങളും കേരളത്തിലെ സാഹചര്യങ്ങളും ഒരു തരത്തിലും താമ്യം ചെയ്യാവുന്നതല്ല, അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ
വളരെ സുഖകരമായിരുന്നില്ല കേരളത്തിലെ SIR-ഉം കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചത്. താങ്കൾ തന്നെ പഴയ മാധ്യമങ്ങളിലേക്കോ മറ്റും പോയി കഴിഞ്ഞാൽ കേരളത്തിൽ റിമൂവലിനെ കുറിച്ച്, അതായത് ഡെലീഷനുകളെ, വെട്ടിമാറ്റലുകളെ കുറിച്ച്, അതിൽ തിരികെ കയറ്റുന്നതിനെ കുറിച്ച് എല്ലാം ഉള്ള പരാതികൾ ഉണ്ടായിരുന്നു, പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. UDF-ഉം LDF-ഉം ഒരുപോലെ പ്രതിഷേധിച്ചിരുന്ന കാര്യങ്ങൾ. ഒരു കാര്യം കൂടി താങ്കൾ പെട്ടെന്ന് ഇത് ഇടപെടുന്നതിന് മുൻപ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ? ആരായിരുന്നു? അറിയാമോ? ഇദ്ദേഹം തന്നെ. അപ്പൊ അദ്ദേഹമാണ് തൃശ്ശൂര് വളരെ വ്യാപകമായ RSSന്റെ വോട്ട് ചേർക്കൽ നടന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഒരു കാരണമെന്ന് UDF-ഉം കെ മുരളീധരനും മറ്റേ ഗോവിന്ദ മാഷും ഒക്കെ ഒരുപോലെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, താങ്കൾ പറയുന്നത് കേൽക്കർ നല്ല വ്യക്തിയായേക്കാം, പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ജ്ഞാനേഷ് കുമാറിന്റെ കീഴിലാണ്. അത് വളരെ വ്യക്തമാണ്. ഇന്ന് ജ്ഞാനേഷ് കുമാർ RSSന്റെ ഒരു പാവയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച നിരവധി പരാതികളുള്ള തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു സ്ട്രോങ് റൂമിന്റെ ഇടപാടുകൾ പേരാമ്പ്രയിൽ. ഞാനൊന്നും പറയുന്നില്ല, ഇതെല്ലാം UDF തന്നെ ഉന്നയിച്ച പരാതികളുണ്ട്. നിരവധി പരാതികൾ ഹൈക്കോടതിയിൽ വരാൻ പോവുകയാണ്, താങ്കൾ മറക്കണ്ട. അപ്പോൾ ഈ കേൽക്കർ എന്ന് പറയുന്ന വ്യക്തി അതിന് കോടതിയിൽ ഹാജരാകേണ്ട വ്യക്തിയാണ്. ഈ സാഹചര്യത്തിൽ സതീശൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാതിരിക്കുകയായിരുന്നു രാഷ്ട്രീയമായും ധാർമ്മികമായും ശരി. അത് എഗ്രി ചെയ്തോണ്ട് തന്നെ പറയട്ടെ, ഇതുവരെ അദ്ദേഹത്തിനെതിരെ പേഴ്സണലി അദ്ദേഹം ബംഗാളിലെ CEO പോലെ ഒരു ഹൈ ഹാൻഡഡ് തീരുമാനം, പ്രത്യേകിച്ച് BJP-യുടെ സീല് വന്നപ്പോൾ പോലും, ഒരു ഓർഡറിലെ സീല് വന്നപ്പോൾ പോലും അദ്ദേഹം അത് കൈകാര്യം ചെയ്ത രീതി എനിക്ക് വളരെ ഇംപ്രസീവ് ആണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി താങ്കൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ്. താങ്കൾ പറയുന്നതൊക്കെ അദ്ദേഹം വെറും ചട്ടുകമല്ല, ഒരു കോൺഷ്യസ്നസ് ചട്ടുകമല്ല, പക്ഷെ അദ്ദേഹത്തിന് ചട്ടുകമാവാനേ പറ്റുകയുള്ളൂ. ഉദ്യോഗസ്ഥന്മാരും ചട്ടുകമല്ല എന്ന് താങ്കൾക്ക് പറയാമോ? എല്ലാ സർക്കാർ ചട്ടുകമല്ല എന്ന് ഞാൻ താങ്കളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം പറയട്ടെ. വസ്തുതകളൊക്കെ നേരിട്ട് കാണണം. ചട്ടുകമല്ലെങ്കിൽ ഈ BJP-യുടെ അടയാളം വന്നതിന് ശേഷം അദ്ദേഹം ഏർപ്പെടുത്തിയ വിലക്ക് എന്തായിരുന്നു? അതിനെപ്പറ്റി മിണ്ടരുതെന്ന് എന്തായിരുന്നു അത്? താങ്കൾ വെറുതെ ആളുകളെ വെള്ളപൂശുന്നത് കൊണ്ടാണ് ഞാൻ പ്രകോപിതനായി ഇത് പറയേണ്ടി വരുന്നത്. അദ്ദേഹം 100 മാറ്റ് തങ്കമാണെന്ന് താങ്കൾ പറയുമ്പോൾ സാമൂഹ്യ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചെയ്തായിരിക്കണം. ഞാനാണെങ്കിലും ആയിരിക്കുമെന്നൊക്കെ ഒരു ചർച്ചയിൽ, രാഷ്ട്രീയ മുതിർന്ന മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള ചർച്ചയിൽ ആയിരിക്കും. ഇതിൽ താങ്കൾ ഞാൻ പറയാനുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചു. അവർക്ക് വായി തോന്നി വിളിച്ചു പറയുന്നുള്ളതാണ്. അത് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ താങ്കൾ അദ്ദേഹത്തെ കണ്ണടച്ച് ഡിഫെൻഡ് ചെയ്യുകയാണ്. അത് കൃത്യമാണ്. അത് എന്തുകൊണ്ടാണ് താങ്കൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോടുള്ള താല്പര്യമാണോ അതോ എന്റെ ബേസിക് ചോദ്യം ഇതാണ്, ഒരു IAS ഓഫീസറോ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവന്റ് ചട്ടുകമല്ല എന്ന് പറയാൻ താങ്കൾ കഴിയുമോ? അത് ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ ചട്ടുകങ്ങളാണ് അവരെല്ലാം. ഒരു കാര്യം ചോദിക്കട്ടെ, സതീശന് ഇദ്ദേഹമല്ലാതെ വേറെ ഒരു നല്ലയാളെ കിട്ടിയില്ലേ? താങ്കൾ ഇത്ര വാശിയായി പ്രതിരോധിക്കുന്ന കാണുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സർ. there is no altruism in this. ഞാൻ ഒത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്കളുമായിട്ട് എനിക്ക് തർക്കശേഷിയില്ല, പ്രായം കൂടുതലാണ്, തർക്കശേഷിയില്ല. ദയവായി ശരി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം വിജയിക്കുകയില്ല. ശക്തി ആർഗ്യുമെന്റിന്റെ ശക്തിയാണ്, ഒരു ഇടപെടലിന്റെ ഇതല്ല. ചട്ടങ്ങളല്ലാത്ത ഒരു ഓഫീസറെ താങ്കൾക്ക് കാണിച്ചു തരാമോ? ഇല്ല, അതുണ്ടാവില്ല. അതല്ലേ പറയുന്നത്.